നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ആരെയും ഹേർട്ട് ചെയ്തുകൊണ്ടല്ല. കഴിവത് എൻ്റെ റിയാക്ഷൻ വീഡിയോസിൽ ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് ഒരു മറ്റൊരാളെ വിഷമിപ്പിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പം ഞാൻ സപ്പോർട്ടീവ് വീഡിയോസാണ് ഇപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നമ്മൾ സ്പ്രെഡ് ലവ് അല്ലേ, സ്നേഹം നമ്മൾ സ്പ്രെഡ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരെ നമുക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. മറ്റുള്ളവരിൽ നന്മ കൂടുതൽ, നമുക്ക് ദൂഷ്യമില്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മ കാണാൻ നോക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അല്ലേ. നമുക്ക് ഹേർട്ട് ചെയ്തെങ്കിൽ നമുക്ക് അവരെ നന്മ കാണാൻ ഒക്കത്തില്ല അല്ലേ. നമുക്ക് എപ്പോഴും നമ്മളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും മുന്നിൽ വരും. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത് രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ്. പുള്ളിക്കാരി പുള്ളിക്കാരി ചെറിയ ചെറിയ മൂവീസിലും അതുപോലെ റീൽസിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരാളാണ് അല്ലേ. നമുക്കറിയാം, കോമഡി കലാകാരൻ രേണുസുതിയുടെ ഭാര്യയാണ്. അപ്പം പുള്ളിക്കാരിയെക്കുറിച്ച് പറയുകയും പുള്ളിക്കാരി സത്യം പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് വീഡിയോസ് അവർക്കെതിരെ ഇറക്കുന്നുണ്ട്. എനിക്കറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ്. പുള്ളിക്കാർ ഓരോ ചേഷ്ടകളും എടുത്ത ആൾക്കാർ വീഡിയോസ് ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു സൈബർ അറ്റാക്കിന് വശമതിയായി പോയത് അല്ലേ. അവർക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ ലഭിക്കുന്നത്, എന്ത് അറ്റാക്ക് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ അവരൊരു തെറ്റും ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ. പുള്ളിക്കാരി കുറച്ച് ഇഷ്യൂസ്, അവർക്ക് എന്തോ സ്ഥലം കൊടുത്തായിട്ടൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പബ്ലിക്കലി അവരെന്തെങ്കിലും പറയുമ്പോഴാണെന്ന് തോന്നുന്നു അവരതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരി ആ തന്നവരൊക്കെ ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടേക്കുന്നത് വീഡിയോസിലല്ലേ. അതൊക്കെ സത്യാവസ്ഥ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എങ്കിൽ പോലും പൊതുവേ എനിക്ക് തോന്നുന്നു ആരെയും ഉപദ്രവിക്കണമെന്നുള്ള ആറ്റിറ്റ്യൂഡോട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആ പുള്ളിക്കാരെ കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലേ. അവർക്കെതിരെ ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നുണ്ട്. റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഒരു സ്ത്രീത്വത്തിൻ്റെ പുള്ളിക്കാരുടെ സ്ത്രീത്വത്തിൻ്റെ അവമാനം സംഭവിക്കുന്ന പോലത്തെ ഒരു ഇഷ്യൂ ഒരു കൂട്ടുകാർ പറഞ്ഞതായിട്ട് ഒക്കെ വരെ സോഷ്യൽ മീഡിയയിൽ വന്നു അല്ലേ. അതുപോലെ അവർ പറഞ്ഞു എനിക്കിത് വിഷയമല്ല അല്ലേ. കാരണം എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു ഞാൻ തെറ്റുകാരിയല്ല എന്നവർ പറയുന്നുണ്ട് ആവർത്തിച്ചു. ഞാൻ അവരെ മനസ്സുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിനാണ്. ഞങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് സപ്പോർട്ട്സ് അവരുടെ വീഡിയോസ് നേരിട്ടിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട്. കാരണം എന്നെ സംബന്ധിച്ചോളം അവരൊരു പോരാളിയാണ് അല്ലേ. അമ്മ എന്നൊരു പോരാളിയാണ് അല്ലേ. അവരുടെ അമ്മയാണ്. പിന്നെ സ്റ്റെപ്സണിനെയും സ്വന്തം മകനെ പോലെ കരുതുന്ന ഒരു സ്ത്രീയാണ് അല്ലേ. അവർക്ക് ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. എനിക്ക് നോക്കിയിട്ട് അവരുടെ ഗുഡ് ക്വാളിറ്റീസ് ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. അവർക്ക് അവരുടെ ആക്ടിങ്ങിലെ പോരായ്മകൾ, അത് ആക്ടിങ് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്താണ് നമ്മൾ ഇമ്പ്രൂവ് ആവുന്നത് അല്ലേ. പുള്ളിക്കാരി കുറച്ചുകൂടെ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങനത്തെ മൂവീസായിരിക്കും കിട്ടുന്നത്. പുള്ളിക്കാരി ഇച്ചിരി മെച്യൂർ റോൾസ് ആക്ട് ചെയ്ത് തക്കോണമുള്ള ഒരു നേച്ചർ, ശരീരപ്രകൃതി നല്ല ഇപ്പോഴും കൊച്ചു പെണ്ണിൻ്റെ ഒരു നേച്ചറാണ് അല്ലേ. ഇപ്പോഴും സ്കൂളിൽ പഠിക്കുക എന്നാൽ ആരും വിശ്വസിക്കും. കാരണം പുള്ളിക്കാരുടെ ശരീരഘടന അങ്ങനെയുള്ള രീതിയാണ്. അധികം വലിയ വണ്ണമൊന്നുമില്ല, അത് നേച്ചറായതുകൊണ്ട് പുള്ളിക്കാരിക്ക് അങ്ങനത്തെ റോൾസൊക്കെ ചെയ്യാൻ ഇപ്പോഴും കിട്ടും അല്ലേ. നമുക്കറിയാം, നമ്മുടെ സിനിമാ രംഗത്തൊക്കെ പ്രായമുള്ള നടന്മാർ വരെ കോളേജ് കുമാരന്മാരായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നായികമാർ ചെറുപ്പക്കാർ പിള്ളേരായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവരുടെ പ്രായമുള്ള നായികമാരെയൊക്കെ കൊടുത്താൽ എന്തുമായിരിക്കും അവർക്ക് ഭയങ്കര അമ്മമാരുടെ റോൾസൊക്കെ ആയിരിക്കും ഇപ്പം ചെയ്യുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് അവരുടെ ശരീരപ്രകൃതി അതുപോലെ ആകുന്നതുകൊണ്ടാണ് അല്ലേ. പക്ഷേ നമ്മുടെ മഞ്ജു വാര്യർ ഇപ്പോഴും ഹീറോയിൻ റോൾസ് തന്നെയാണ് ചെയ്തതുകൊണ്ടാണ് പുള്ളിക്കാരി അതുപോലെ പുള്ളിക്കാരുടെ ശരീരഘടന കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം രേണുസുതിനെ കുറിച്ച് പറയുന്നത് ചെറിയ ചെറിയ മൂവീസിലാണെങ്കിലും പുള്ളിക്കാരി അവരുടെ ആ ഒരു ബോഡി സ്ട്രക്ചറിന് അവരിപ്പോൾ ഇന്നും കാമുകിയുടെ റോളും ചെറുപ്പക്കാർ പിള്ളേരുടെ റോൾസൊക്കെ ചെയ്യാനുള്ളൊരു ശാരീരിക ഘടനയാണ് പുള്ളിക്കാരിക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി അങ്ങനത്തെ റോൾസ് ചെയ്യുന്നത്. അത് അവർക്ക് അതിനുള്ള ക്യാഷ് കിട്ടുന്നുണ്ടായിരിക്കാം. അവർക്ക് നല്ലൊരു ഉപജീവനത്തിനുള്ള നല്ല ഒരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം പുള്ളിക്കാരി. അതുകൊണ്ടായിരിക്കാം ആ ഒരു റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. അവർ റീൽസിൽ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അങ്ങനെ എത്രയോ പേര് അഭിനയിക്കുന്നു. നമ്മൾ അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ, അവർ ഹസ്ബൻഡ് മരിച്ചു പോയി, പുള്ളിക്കാരിക്ക് എഡ്യൂക്കേഷണൽ വൈസ് പുള്ളിക്കാരിക്ക് ഇപ്പം വലിയ ഒരു അക്കൗണ്ടൻ്റ് ആക്കിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോസ്റ്റ് തന്നെ അവർക്ക് ചിലപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു പുള്ളിക്കാരിക്ക് അതിനുള്ള അറിവ് ചിലപ്പം പുള്ളിക്കാരിക്ക് നമുക്ക് എക്സ്പീരിയൻസിൽ പറ്റുകയില്ലല്ലോ. അഭിനയം എന്ന് പറയുമ്പം നമ്മൾ റീൽസ് ചെയ്തും ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെ പുള്ളിക്കാർ റീൽ ചെയ്ത് നമ്മളെ കണ്ടിട്ടുണ്ട് അല്ലേ.
അങ്ങനെയൊക്കെ ചെയ്തതിലുള്ള അറിവ് വെച്ച് ഹസ്ബൻഡും ആ ഒരു മേഖലയിലുള്ള ആളായിരുന്നുകൊണ്ട് അവരും ആ മേഖലയിലേക്ക് വന്നതായിരിക്കാം അല്ലേ. പക്ഷേ എല്ലാവർക്കും ഒരു കോമഡിയായിട്ട് എപ്പോഴും എടുത്ത് കാണുന്ന പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെ പേര് എപ്പോഴും പറയുന്നു, ഹസ്ബൻഡിനെ വിറ്റ് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത് വിവാഹിതയായ ഒരു സ്ത്രീക്കും അവർ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഭർത്താവ് എന്നും അവർക്ക് ഉറപ്പുള്ളൊരു ഗോപുരം തന്നെയാണ് അല്ലേ. അദ്ദേഹം എന്ന് പറയുന്നത് എപ്പോഴും വലിയ ഇപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വലിയ വീരശൂര പരാക്രമിയോ അല്ലെങ്കിൽ വലിയ എന്താ പറയുന്നത് യുദ്ധവീരനോ ഒന്നും അല്ല. അദ്ദേഹം ഒരു വളരെ സാധാരണ മനുഷ്യനാണ്. എങ്കിലും അദ്ദേഹം ഒരു ബിസിനസ്സിന് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് ഓഫീസിലെ ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു യാത്ര പോവുകയാണെങ്കിൽ അത് അന്നില്ലെങ്കിൽ എനിക്ക് അതിൻ്റേതായൊരു ടെൻഷനുണ്ട്. പോകുന്നിടത്ത് സേഫാണോ, പുള്ളി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്, വീട്ടിലുണ്ടെങ്കിൽ ഓക്കെ. അദ്ദേഹം എന്ന് പറഞ്ഞ വീടിന് വഴിയിൽ കാവൽ നിൽക്കുന്നു എന്നല്ല, എങ്കിലും പുള്ളിയുടെ ആ പ്രസൻസ് ഭയങ്കര മനസ്സമാധാനമാണ് തരുന്നത്. എനിക്കൊരു വളരെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരും അല്ലേ. അപ്പോൾ രേണുസുധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ അവർക്കൊരു പക്ഷേ നമുക്കറിയാം രേണുസുധിയുടെ ഹസ്ബൻഡിനെ അറിയാം, സുധി അല്ലേ, കോമഡി സ്റ്റാർസ് വഴി ഫേമസ് ആയ സുധി എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഒരുമാതിരി കോമഡിയിലായിട്ട് അറിയപ്പെടുന്നൊരു കലാകാരൻ തന്നെ. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അപ്പോൾ നല്ല പെർഫോമറായിരുന്നു അദ്ദേഹം, കൊല്ലം സുധി അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പം അഭിമാനമാണ്. അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹം മരിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കുകയില്ല. അവരുടെ ഉപഭോഗ മനസ്സിൽ ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ട് ഉള്ളത് അവർക്ക് കോൺഫിഡൻസ് തരുന്നുണ്ടായിരിക്കാം. അവർ യാത്ര പോകുമ്പം തനിയെ പോകേണ്ടി വന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് അവരുടെ കൂടെ ഉണ്ട്, അവരുടെ ഭർത്താവിൻ്റെ ആത്മാവ് അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് ആയിരിക്കാം അവരെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കറിയത്തില്ല ഓരോരുത്തരുടെ ബലം എന്തൊക്കെയാണ് അല്ലേ. സത്യം പറഞ്ഞാൽ അവർ ബിഗ് ബോസ് ചെന്നപ്പോഴും സുചേട്ടാ ഞാൻ വന്നു എന്ന് അവർ പറയുന്ന അവരുടെ ആ ഒരു കോൺഫിഡൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി തനിയാണല്ലോ ഞാൻ ആ ഹൗസിലോട്ട് കയറുന്നത് അല്ലേ. സുചേട്ടൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഫീലിങ്ങിലായിരിക്കാം നമ്മൾ അവരെ ആ ചേഷ്ടയെ കാണുന്നുള്ളൂ. ആ സ്ത്രീയുടെ ഉള്ളിലൂടെ എന്തൊക്കെ ആ ടെൻഷൻസാണ് പോകുന്നത് അവരെ മനസ്സിലാക്കാൻ നമ്മളാരും ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. പലർക്കും പലതും അവരിപ്പോൾ ആക്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ അവർ ഒരിക്കലും ഒരു മോശപ്പെട്ടൊരു ജീവിതം നയിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. റീൽസിൽ അവരങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അതും സാമാന്യം ഭേദപ്പെട്ട വസ്ത്രമാണ് ഇടുന്നത് അല്ലേ. തീരെ അങ്ങ് ഒത്തിരി വൾഗറായിട്ടുള്ള വസ്ത്രം ഇട്ടുള്ള ആക്ടിങ് ഞാൻ കണ്ടിട്ടില്ല അവരുടെ. ഒരുമാതിരി ഭേദപ്പെട്ട റീൽസ് ചിലതൊക്കെ മറ്റ് നടിമാർ അഭിനയിക്കുന്ന പോലത്തെ റീൽസ് തന്നെയാണ് അവരും ചെയ്തേക്കുന്നത്. അവർക്കൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്നുള്ളതും അവരിടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നു എന്നുള്ളതുമാണ് അല്ലേ. അപ്പം പുള്ളിക്കാരിക്ക് അതൊരു കോൺഫിഡൻസ് തരുന്നുണ്ടായിരിക്കാം പറയുമ്പോൾ അല്ലേ. എൻ്റെ മക്കളുടെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട്, ഇപ്പോഴും ഇവിടെ പോയാൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷേ അവർക്കൊരു പോസിറ്റിവിറ്റി തരുന്നുണ്ടായിരിക്കാം. പിന്നെ പുള്ളിക്കാരുടെ ഫോണും നമ്മൾ അതിൻ്റെ ആ സ്ക്രീനെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വാൾപേപ്പർ ഇട്ടേക്കുന്നതാണ് ഞാൻ അതൊരു വീഡിയോ കണ്ടു. അവർക്കത് കോൺഫിഡൻസ് തരുന്നത് അവരിട്ടോട്ടെ, അവർക്ക് കാണിക്കണമെങ്കിൽ അവർ കാണിച്ചോട്ടെ. അത് അവരുടെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ എൻ്റെ കൂടെ ആളുണ്ട് എന്നുള്ള ആ ഫീലിംഗ് വർദ്ധിപ്പിക്കാൻ അല്ലേ അവർക്കതിന് വേണമായിരിക്കും. ഒരു ഭർത്താവിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് ഭർത്താവ് ഉള്ളത് എന്ന് പറയുന്നത് പെണ്ണിന് സുരക്ഷിതത്വം തന്നെയാണ് അല്ലേ. നമ്മൾ ക്രിസ്ത്യൻ വിവാഹങ്ങളിൽ ചൊല്ലുന്നുണ്ട്, കള്ളന്മാരൻ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചെടുത്തു അതിൽ നിന്നും ഞാൻ സ്വതന്ത്രയായി. അപ്പം ആ ഒരു ഇമോഷൻസ് ഇടയ്ക്കത്തെ കുറേ കാര്യങ്ങൾ ഞാൻ പാടിയില്ല. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ പ്രത്യേക ഒരു കൂതാശയുടെ ഭാഗമാണ് അല്ലേ. പറച്ചിലെല്ലാം ആ പാടുന്നതിൽ എന്തെങ്കിലും എറർ വന്നെങ്കിൽ ഓർത്ത് ഞാൻ തിട്ടമില്ലാത്തടത്ത് എനിക്ക് കാര്യങ്ങൾ നമുക്ക് അറിയാം ഇത്രയും പറയുമ്പോൾ അല്ലേ. എന്താണ് വിവാഹം ശേഷം ഭാര്യ എന്ന് പറഞ്ഞ ഭർത്താവിനെ ഒരു സുരക്ഷിതമായിരിക്കണം. നിയമപരമായി ആ വ്യക്തിയുടെ ഭാര്യയാണെങ്കിൽ ആ താലി എന്ന് പറയുന്നത് സ്ത്രീക്കെന്നും ഒരു സുരക്ഷിതത്വം തന്നെയാണ് അല്ലേ. അപ്പം രേണുസുധിയെ സംബന്ധിച്ച് അവരുടെ ഹസ്ബൻഡ് മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രസൻസ് അദ്ദേഹം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരി ആ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അദ്ദേഹം മരിച്ചു പോയെന്ന് ഓർത്താലും ഇന്നും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിങ്ങിലായിരിക്കും അവരത് ഇടയ്ക്കിടയ്ക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. നമുക്കതൊരു തമാശയായിട്ട് പലർക്കും തോന്നിയേക്കാം.
എങ്കിൽ അവരത് ചെയ്തോട്ടെ. ഒരു സത്യം പറഞ്ഞാൽ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെയോ വേറെ അണ്ണന്മാരുടെ പേരൊന്നും അല്ലല്ലോ അവർ പറയുന്നത്, അവരുടെ സ്വന്തം ഭർത്താവിൻ്റെ പേര്. അവരത് പറയട്ടെ. അവർക്കതൊരു വിധവയാണ്, അവർ ശരിയാണ്, അവർക്ക് പലയിടത്തും പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ചിലപ്പം അവരുടെ ഹസ്ബൻഡിൻ്റെ അനുഗ്രഹം കൊണ്ടുകൂടെ ആയിരിക്കാം അവർക്ക് ഈ വക പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, ഇല്ല? കാരണം ഇന്നും വേറെ വിവാഹിതയൊന്നും ആയിട്ടില്ല. അവരുടെ മക്കളെ തന്നെ അവരുടെ സ്വന്തം മകനെയും അവരുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാഗത്തുള്ള മകനെയും സ്വന്തം മകനായിട്ട് കരുതി തന്നെയാണ് അവർ ജീവിക്കുന്നത്, അല്ലേ? അവർക്കെതിരെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരൊന്നും കുറ്റം പറയില്ല. അവരുടെ റിയാക്ഷൻ ചെയ്യുക എന്നില്ല, ഓരോരുത്തരുടെ സ്റ്റൈൽ ഓഫ് റിയാക്ഷൻ ഓരോ രീതിയിലാണ്, അല്ലേ? പിന്നെ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഞാനൊരു ചെറിയ കഥ പറയാം. ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാവിനെ കാണാൻ 2 സന്യാസിമാർ വന്നു. ആദ്യത്തെ സന്യാസി രാജാവിനോട് പറഞ്ഞു, രാജാവേ, താങ്കളുടെ മരണസമയം അടുത്തു. താങ്കൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? താങ്കൾ എത്രയും പെട്ടെന്ന് ഭരണകാര്യങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ട ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് താങ്കൾ ഇനി ദൈവവുമായിട്ട് കൂടുതലെടുത്ത് ജീവിക്കണം, കാരണം താങ്കളുടെ മരണം അടുത്തു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം രാജാവിന് ആകെ ദേഷ്യം. രാജാവ് എന്ത് ചെയ്തു? രാജാവ് പറഞ്ഞു, ആരവിടെ എന്നെ തുറകലിലടയ്ക്കൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ 2 സന്യാസിമാരാണ് വന്നത്. 2ാമത്തെ സന്യാസി എന്ത് ചെയ്തു? രാജാവിൻ്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവേ, താങ്കളെ ഞാനൊരു സന്തോഷമുള്ള വിഷയം അറിയിക്കാം. താങ്കളുടെ മകൻ്റെ പട്ടാഭിഷേകമാകാറായി. താങ്കൾ എന്നോട് ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. രാജാവിന് ഭയങ്കര സന്തോഷം. എൻ്റെ മോൻ്റെ പട്ടാഭിഷേകമായോ? പക്ഷേ സാധാരണ എപ്പോഴാണ് മോന് പട്ടാഭിഷേകം നടക്കുന്നത്? പിതാവ് സ്ഥാനം ഒഴിയുമ്പോഴാണ്. ചിലപ്പം വയ്യായ്മ കൊണ്ട് ഒഴിയാം, അല്ലെങ്കിൽ ചിലപ്പം മരണം കൊണ്ടായിരിക്കാം ഒഴിയുന്നത്, അല്ലേ? അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് സ്ഥാനമാനമൊക്കെ കൊടുത്ത് ഇദ്ദേഹത്തെ ആദരിച്ചു. ഈ 2ാമത്തെ സന്യാസി ഒരേ കാര്യം തന്നെയാണ് 2 പേരും പറഞ്ഞത്. പക്ഷേ 2ാമത്തെ ആൾ അതൊന്നുകൂടെ അതിൻ്റെ വീര്യം കുറച്ച് സോഫ്റ്റായിട്ട് മറ്റേ ആളിനെ, രാജാവിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ട് രാജാവ് പ്രസന്നനായി, അല്ലേ? എന്ന് പറഞ്ഞ പോലെ രേണുസുതി ഞാൻ രാജാവുമായിട്ടൊന്നും താരതമ്യം ചെയ്യുമല്ല കേട്ടോ. നമ്മളൊരാളെ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ആ വാക്കുകളിൽ നമ്മൾ ഒന്നുകൂടെ ആ ആളിനെ അറുത്ത് മുറിച്ച പോലെ പറഞ്ഞ് ഒരുപാട് ഹേർട്ട് ചെയ്യാതെ. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സ് വേദനിക്കും. അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും എല്ലാം നമ്മൾ പറയുമ്പോൾ അത് ആ മനുഷ്യൻ കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന എൻ്റെ ദൈവം എന്നുള്ളൊരു വിളിയുണ്ടല്ലോ, അത് മതി, അല്ലേ? അവർക്കെതിരെ പറയുന്നവരുടെ ജീവിതം തകർക്കാൻ, അല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പലരും പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങിയാൽ ഉടനെ ഇവരെയാണ് കാണുന്നത്, നമുക്ക് വേണ്ടാത്തത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, നമുക്ക് ബ്ലോക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് നമ്മുടെ മൊബൈലിലുണ്ട്, അല്ലേ? അവർക്ക് ആരെങ്കിലും കുറച്ച് പേര് അവരെ കുറ്റം പറഞ്ഞാൽ ബാക്കിയുള്ളവരോട് അതൊരു അവസരമാക്കിയ അവരെ ഫുള്ള് കുറ്റം പറയുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ശരിയോ തെറ്റോ നോക്കാതെ മുഖമടച്ച് ആക്ഷേപിക്കുന്ന പ്രവണത നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? എന്നാൽ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് രേണുസുതിയെ. എനിക്കിഷ്ടമാണ് അവരുടെ വീഡിയോസ്. അവർ വലിയ സ്റ്റാർ അല്ലെങ്കിൽ അവർ വളർന്നു വരുന്നൊരു സ്റ്റാർ തന്നെ. അവർക്ക് അത്യാവശ്യം അവർ ചെയ്ത് ഇമ്പ്രൂവ് ആയി തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പുള്ളിക്കാരി ഇപ്പോൾ ഒത്തിരി പ്രോഗ്രാമിലൊക്കെ പുള്ളിക്കാരി ഉണ്ടല്ലോ. ഇപ്പം തന്നെ ഗൾഫിൽ പോയി കഴിഞ്ഞും അവർ ബാറിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ബാർ ഉദ്ഘാടനത്തിന് അവർ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഒരുപാട് പേര് അവർ ബാറിൽ ഡാൻസ് ചെയ്യുമെന്നൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേങ്കിൽ ഈ ബാറിൽ അവർ ഡാൻസ് ചെയ്യുമ്പോൾ അത് ബാർ ഡാൻസ് എന്ന് പറയും. പക്ഷേങ്കിൽ അവർ അത്ര വൾഗർ ഡ്രസ്സൊന്നും ആയിരുന്നില്ലല്ലോ അതിൽ നിട്ടിരുന്നത്, അല്ലേ? പ്രൊമോഷൻ അവരെ വിളിച്ചപ്പോൾ അവർ പോയി, അല്ലേ? പ്രൊമോഷനോടെ പോയി അത് ഡാൻസ് ചെയ്തപ്പോൾ തന്നെ അവരുടെ വേഷം ഒരു താഴെ വരെയുള്ള ഒരു പട്ടുപാവാട പോലത്തെയാണ് അവർ ഇട്ടിരുന്നത്. പിന്നെ ഒരു ഡാൻസ്, അതൊക്കെ ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ടുപോയപ്പോൾ അവരുടെ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ബാർ ഡാൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അവർ ആ ബാറിൽ സ്ഥിരമായിട്ട് പേയ്മെൻറ്റിൽ നൃത്തം അവതരിപ്പിക്കുന്ന അല്പവസ്ത്രധാരികളായ സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഞാൻ സിനിമയിലൊക്കെ അത് കണ്ടിട്ടുള്ള. അങ്ങനെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ ഈ ബാർ ഡാൻസൊക്കെ കാണത്തില്ലേ, ഈ തീരെ കുഞ്ഞ് ബിക്കിനിയും അങ്ങനത്തെ ഒക്കെ ഇട്ടുള്ള ഡാൻസ്, അങ്ങനത്തെ ഒന്നും അല്ലല്ലോ ഇട്ടത്. അപ്പം അത് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ പുള്ളിക്കാരുടെ ഡ്രസ്സിൽ ചിലപ്പോൾ സ്ലീവ്ലെസ് ആയിരിക്കും, എന്നാലും അവർക്ക് സ്ലീവ്ലെസ് ഒന്നും അധികം വൃത്തികേടായിട്ട് തോന്നി, അധികം വണ്ണമില്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരുടെ വേഷം എനിക്കധികം മോശമായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പം അവർ ചെയ്തു. അപ്പോൾ അവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയത് അവർ
പറയുന്നുണ്ട് അല്ലേ. അവർ പുള്ളിക്കാരി ഒരുപാട് പേര് പറയുന്നുണ്ട് പുള്ളിക്കാരിയെക്കുറിച്ച് നമുക്ക് വീഡിയോസ് ഇടുന്നുണ്ട്. ശരിയാണ്, ഒരുപാട് വീഡിയോസ് ഞാനും കേട്ടു അല്ലേ. അത് പിന്നെ എന്താ പറയുക, റിയാക്ഷൻകാർ ഓരോരുത്തരോരോ ബഹുജനം പലവിധം പല റിയാക്ഷൻ വീഡിയോസുകാർ പല രീതിയിലായിരിക്കും അത് അവതരിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ അത് പലരുടെ അവതരണവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരവരുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കുമല്ലോ ഓരോ റിയാക്ഷൻ വീഡിയോക്കാരും ചെയ്യുന്നത് അല്ലേ. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലും ആറ്റിറ്റ്യൂഡിലും അവർക്കുള്ള ആ ഒരു കാഴ്ചപ്പാടിലുമായിരിക്കും അവർ ചെയ്യും. എന്നെ സംബന്ധിച്ചോളം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് രേണുസുധി. എനിക്ക് അവരുടെ വീഡിയോസ് ഇഷ്ടമാണ്. അവരിനി വിവരങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ സമൂഹത്തിൽ നല്ല രീതിയിൽ മറ്റുള്ളവനെ കൊല്ലാതും തല്ലാതും അതുപോലെ മറ്റുള്ളവനെ ദൂഷ്യം ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് വരുന്ന ആരെയും മനസ്സുകൊണ്ടും അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഹാർഡ് വർക്കിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പം ഏത് മേഖലയിലായിരിക്കും അവരവർക്ക് പറ്റുന്ന മേഖല അല്ലേ. എല്ലാവർക്കും ഒരുപോലെ കഴിവ് ഒരേ മേഖലയിൽ വേണമെന്നില്ല. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മേഖലയിൽ ചിലപ്പം മറ്റേ ആളിന് വൈദഗ്ധ്യമില്ലെങ്കിൽ അവർക്ക് ആ മേഖലയിൽ പോകാൻ പറ്റുകയില്ല. അവർക്ക് ആ കഴിവുള്ള മേഖലയിൽ അവർക്കത് കാണിക്കാൻ അല്ലേ. ഇപ്പോൾ കുറച്ച് നിങ്ങളിപ്പോൾ ആ മേഖല അവർക്ക് കഴിവുള്ളതെന്ന് വെച്ചാൽ അവർക്ക് അത്രയും കഴിവില്ല ആ മേഖലയിലായിരിക്കും ഉള്ളത്. അതുവരെ പിടിച്ച് അവർ ഇത്രയും കയറിയില്ലേ അല്ല. നിസ്സാര കാര്യങ്ങൾ ബിഗ് ബോസ് വരെ എത്തിയില്ലേ. നെഗറ്റീവ് വീഡിയോസ് വഴിയായിരിക്കാം അല്ലേ. നെഗറ്റീവ് വീഡിയോസുകാർ ചെയ്ത് അവർ കുറേ കുറ്റം കേട്ടില്ലേ അല്ലേ. ഒരുപാട് വിഷമിച്ച് കാണുമല്ലോ. നമുക്കെതിരെ പറഞ്ഞാൽ നമ്മൾ വിഷമിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടം. ഞാൻ അവർക്കെതിരെ പറയാനുള്ള അർഹത എനിക്കില്ല, അതിനുള്ള അറിവും എനിക്കില്ല. അത് അവരുടെ ആറ്റിറ്റ്യൂഡ്. എൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം മനസ്സുകൊണ്ടും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ഷോർട്ട് വീഡിയോ. ഓക്കെ, ഇനി അടുത്ത ദിവസം നമുക്ക് ഷോർട്സോ വീഡിയോസോ ഒക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ.